ഹലോ, എക്സലിൽ ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു വലിയൊരു ഒത്തിരി ഡിജിറ്റ്സ് ഉള്ള നമ്പറിനെ കോമ്പാക്ട് നമ്പർ ആക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ചുരുക്കിയിട്ട് അതൊക്കെ വെച്ച് നമുക്ക് പിന്നെയും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചുരുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് മിക്കവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനൊരു ട്രിക്ക് എക്സലിലുള്ളത് മിക്കവർക്കും അറിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ 90% അധികം ആളുകൾക്കും ഈ ട്രിക്ക് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് ഒരു ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓരോ വർഷവും നടന്നിട്ടുള്ള സെയിൽസിൻ്റെ ഫിഗേഴ്സാണ്. എൻ്റെ ബോസ് വന്നിട്ട് പറഞ്ഞു, രജനീഷ് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇത്രയും വലിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇത് എത്രയാണ് വാല്യൂ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ പറയുന്നത് ബോസ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് 73 lakhs എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 7.3 million. അപ്പോൾ 7.3 million എന്നാണ് ഇവിടെ വരേണ്ടത്. 7.3 M ഇങ്ങനെ വരണം എന്നാണ് പറയുന്നത് ബോസ്. അപ്പോൾ നമുക്കിത് മാനുവലി ചെയ്യാം എന്ന് വെക്കാം. ഇപ്പോൾ മാനുവലി ഞാനിപ്പോൾ ഇവിടെ ഞാൻ 1.6 million എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ഇവിടെ 4.9 million എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം എക്സൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരുകയും ചെയ്തു. ഇതെല്ലാം ഓക്കെയാണ്, എനിക്കിത് തന്നെയാണ് വേണ്ടതും. പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്തുള്ള വേറൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മ് ഞാൻ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഐ എം ഡൂയിങ് ആൻ ഓട്ടോ സമ്മ് കാണാൻ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആൻസർ കിട്ടുക നമുക്ക് നോക്കാം. ഇറ്റ്സ് 0. കാരണം ഇതിപ്പോൾ M എന്ന് പറയുന്ന ഒരു അക്ഷരം കയറി വന്നതുകൊണ്ട് എക്സൽ ഇതിനെ ഒരു ടെക്സ്റ്റ് ഡേറ്റ ആയിട്ടാണ് കണക്കാക്കുന്നത്. ടെക്സ്റ്റ് ഡാറ്റ വെച്ചിട്ട് സമ്മ് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് എക്സൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനുള്ള ട്രിക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണം. അറ്റ് ദി സെയിം ടൈം ഇതേപോലെ കോമ്പാക്ട് നമ്പേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ കോമ്പാക്ട് നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ കോമ്പാക്ട് നമ്പേഴ്സാക്കി മാറ്റുകയും വേണം, കാൽക്കുലേഷൻസിന് സാധിക്കുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. ഫോർമാറ്റ് സെൽസിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പർ എന്ന് പറയുന്ന ടാബിനകത്ത് തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി എന്ന് പറയുന്നൊരു ഒരു ലിസ്റ്റ് കാണാം. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അതിൽ കസ്റ്റം എന്ന് പറയുന്ന ലാസ്റ്റ് ഓപ്ഷൻ എടുക്കുക. കസ്റ്റം നമ്പർ എന്നുള്ളതിനകത്ത് കസ്റ്റം എടുക്കുക. കസ്റ്റം എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് എന്നിവിടെ കാണും. ഈ ടൈപ്പിൻ്റെ താഴെ ഇത് ഇവിടെ ജനറൽ 2 പ്രാവശ്യം കാണുന്നുണ്ട്. അതിൽ മുകളിലുള്ള അത് നമ്മൾ സെലക്ട് ചെയ്യുക. ആ ജനറൽ ഇത് കളയുക, നമ്മൾ ഡിലീറ്റ് ചെയ്യുക. കീബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടിക്കേണ്ട ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഹാഷ് കീ. ഫസ്റ്റ് നമ്മൾ അടിക്കേണ്ടത് ഹാഷ് കീ ആണ്. ഹാഷ്, അത് കഴിഞ്ഞ് 2 കോമ ഇടുക, കോമ. എന്നിട്ട് ഡബിൾ കോട്ട്സിൽ നമ്മൾ ക്യാപിറ്റൽ M എന്ന് ഇട്ടു, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാഷ് കോമ ഡബിൾ കോട്ട്സിൽ M. ഇത്രയും ആയിട്ട് ഓക്കെ എന്ന് ഞാൻ കൊടുത്താൽ ഇതെല്ലാം കോമ്പാക്ട് നമ്പേഴ്സായി മാറി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഡെസിമൽ പ്ലേസസ് ഞാൻ രണ്ട് പോയിൻ്റ് ഞാൻ കൂട്ടാം. അതിൽ ക്ലിക്ക് ഓൺ ഇൻക്രീസ് ഡെസിമൽ, ഒരു പ്രാവശ്യം കൂടി ഇൻക്രീസ് ഡെസിമൽ ചെയ്തു. അപ്പോൾ 7.32 million എന്ന് പറഞ്ഞാൽ 73 lakh ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഈസ് ഈക്വൽ ടു സം, നമ്മൾ ഇത്രയും ഇത് വെച്ചിട്ട് സം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ഇവിടെ M എന്നുള്ള സിമ്പിൾ ഇത് വരികയും ചെയ്തു. ഇപ്പോൾ ഇത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ആവുന്നില്ല. കാരണം എക്സലിനെ സംബന്ധിച്ചിട്ട് ഇതിപ്പോഴും 73,19,511 ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോഴും എക്സലിന് ഇത് തന്നെയാണ്. പക്ഷേ നമുക്ക് കാഴ്ചയിൽ മാത്രം ഇതിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം. കാഴ്ചയിൽ നമുക്കിതൊന്നൊരു മാസ്ക് ചെയ്തിട്ട് നമുക്ക് തരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോമ്പാക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ ഈ ട്രിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരം വരും ഈ ട്രിക്കുകൾ. അപ്പോൾ നമ്മൾ ഒരു പ്രസൻറ്റേഷനൊക്കെ പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇത്രയും വലിയ വാല്യൂസ് കാണിക്കുന്നതിന് പകരം അതിന് കോമ്പാക്റ്റ് ആക്കി കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളിലേക്ക് നമുക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനും കൂടെയൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ട്രിക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്